നാം മനസ്സിലാക്കിയ ആദർശം അല്ലെങ്കിൽ ആശയം അത് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് പറയുകയും ചെയ്യാം, അതല്ലാതെ പഠിച്ചത് അതുപോലെ പറയുകയും ചെയ്യാം. നമ്മളൊരു കാര്യം പറയുമ്പോ ആ കാര്യം പറയുന്നത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആദർശത്തെ രൂപപ്പെടുത്തുന്ന ആളുകൾ. എന്നാൽ പി ഉസ്താദിന്റെ സ്വഭാവം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, എന്ത് നഷ്ടം വന്നാലും വേണ്ടിയില്ല, എന്ത് പ്രയാസം വ്യക്തിപരമായിട്ടുണ്ടായാലും വേണ്ടിയില്ല, തനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആരെ മൊത്തത്തിൽ പറയും. ഒരു സംശയമില്ല വിഷയം. അതിന് എന്ത് കേടുണ്ടായാലും തരക്കില്ല, എന്ത് നഷ്ടം സംഭവിച്ചാലും തരക്കില്ല. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ധൈര്യമായി ധീരതയോട് കൂടിയിട്ട് ആദർശം ആശയം തുറന്നു പറഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. നമ്മുടെ ആശയത്തിനും ആദർശത്തിനും എതിരായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു വിഷയം. പറ്റാത്തത് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് അതിനെതിർക്കാൻ പറ്റുന്ന പാകത്തിൽ ഈ പ്രസ്ഥാനത്തെ ആക്കുന്നതിൽ അനൽപമായ പങ്ക് ബഹുമാനപ്പെട്ട പി ഉസ്താദ് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെയും അമ്മിക്കരിയിലല്ല നമ്മുടെ വാല്. ആരെയും പേടിക്കേണ്ടതില്ല, ഇടത്തോട്ടും വലത്തോട്ടും നോക്കേണ്ട ആവശ്യമില്ല. കാര്യം സത്യം പറയുന്ന കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രസ്ഥാനം അത് മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഒപ്പിച്ച് പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രസ്ഥാനത്തിന് ഒരു അസ്തിത്വമില്ലാത്തൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. പക്ഷെ ഇത് എന്താ പറയാ, ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാന്ദ്രമല്ല ഇത്. യഥാർത്ഥത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, ഒരുപാട് ബഹിഷ്കരണങ്ങൾ എല്ലാം സഹിച്ച് പ്രിയപ്പെട്ട പി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ നമുക്ക് നേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ തന്നെ പറയണം, അതാണ് ഞാൻ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ ഇവിടെ ത്യാഗമുണ്ട്. അതുകൊണ്ട് ഈ മഹാന്മാരെ നമ്മൾ മറന്നുപോയത്. നമുക്കിന്ന് വിരിപ്പൊന്ന് തട്ടിയിട്ട് കിടക്കേണ്ട ആവശ്യം മാത്രമാണ്, വേറെ പ്രയാസമില്ല. അതാണ് യാഥാർത്ഥ്യം. ധൈര്യസമേതം ഒരാളുടെ മുമ്പിലും മുട്ടുമടക്കാതെ ഈ സമൂഹത്തിനെ നയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, A.G. ഗാർഡിനർ, അദ്ദേഹത്തിന്റെ ഒരു എസ്സേ ഓൺ കറേജ്, ധൈര്യം എന്നാണ് അതിന് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തത്. അതിൽ അദ്ദേഹം ധൈര്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു. മെന്റൽ കറേജ്, ഫിസിക്കൽ കറേജ്, മാനസികമായ ധൈര്യം, ശാരീരികമായ ധൈര്യം. ഞാൻ ഈ എസ്സേ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പോയ സമയത്ത് ശാരീരികമായ ധൈര്യവും മാനസികമായ ധൈര്യവും രണ്ടും കൂടി ഒത്തൊണങ്ങിയിട്ടുള്ള ഒരു വ്യക്തി ബഹുമാനപ്പെട്ട പി ഉസ്താദാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ആൾക്കാരും
ഭയങ്കര മാനസിക ധൈര്യം ഉണ്ടാവും. മാനസിക ധൈര്യം എന്ന് പറയുമ്പോൾ ഞാനത് ആക്കി കളയും, ഞാൻ ശരിയായി കളയുന്നൊക്കെ വലിയ വീമ്പളക്കും. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് ഇങ്ങോട്ടെത്തുമ്പോൾ ഒളിച്ചോളൂ. എനിക്കിപ്പോഴും അറിയാം, ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട പി ഉസ്താദിനെ തടയും എന്ന് പറഞ്ഞു ചില ആളുകൾ. സാധാരണ അദ്ദേഹം നേരെ അങ്ങ് പോലാണ്, അവിടെ നിർത്താതെ സാധാരണ അദ്ദേഹത്തിന്റെ ആ സഞ്ചാര പഥത്തിൽ നേരെ അങ്ങ് പോലാണ് സാധാരണ. ഈ പറഞ്ഞ ദിവസം എവിടെയാണോ തടയുമെന്ന് പറഞ്ഞ അവിടെ അങ്ങ് ഇറങ്ങി, എന്നിട്ട് നടന്നുപോയി. അത് ഞാൻ പറഞ്ഞത്, ശാരീരിക ധൈര്യവും മാനസികമായിട്ടുള്ള ധൈര്യവും ഒത്തിണങ്ങിയിട്ടുള്ള മഹൽ വ്യക്തിത്വമായിരുന്നു പി ഉസ്താദ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സുഖത്തിന്റെ ഘടകമാണല്ലോ നമ്മുടെ സുന്നി യുവജന സംഘം. CH മുഹമ്മദ് ബയ സാഹിബിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് അടിത്തറയുണ്ടാക്കിയതിൽ ബഹുമാനപ്പെട്ട പി ഉസ്താദിന്റെ പങ്ക് ചെറുതല്ല. ഇത് ഇന്നിപ്പോ എന്താ പറയാ, നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളുമായി ഒരാളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു പ്രയാസമില്ല, ഒരു സെക്കൻഡ് മതി. അന്ന് ലാൻഡ് ലൈൻ ഫോണുകൾ പോലും വളരെ അപൂർവമായിട്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ലാൻഡ് ലൈൻ തന്നെ ഇല്ല. പലപ്പോഴും ഈ ലാൻഡ് ലൈൻ അന്ന് അപേക്ഷിച്ച ആള് മരിച്ചിട്ടാ സാധാരണ കണക്ഷൻ കിട്ടും, അല്ലെ? അങ്ങനത്തെ ഒരു കാലമാണ്. ഇനിയിപ്പോ ഈ നരിക്കുരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരാൾക്ക് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ്ചേഞ്ചിൽ വിളിച്ച് ട്രങ്ക് ബുക്ക് ചെയ്യണം, അല്ലെ? ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് ചിലപ്പോ വൈകുന്നേരം വരെ കാത്തിരിക്കണം, എന്നിട്ട് അവരങ്ങോട്ട് കണക്ട് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ സംവിധാനം വളരെ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ നടന്നു പോകണം. പണ്ട് പെട്ടെന്നുള്ള വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നതിന് ഉപാധിയായിരുന്നു കമ്പില്ല, അല്ലെ? ആ സാധനം തന്നെ ഇപ്പല്ല, എടുക്കപ്പെട്ടു. ആ ഗവൺമെന്റ് എടുത്താൻ ടെലിഗ്രാം. അങ്ങനെ ആ നിലക്ക് ഒരുപാട് പരിമിതികളുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ നാനാ ദിക്കുകളിലും പോയി ഈ സംവിധാനത്തെ അടിത്തറയുണ്ടാക്കിയിട്ടുള്ള വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പി ഉസ്താദ് എന്ന് പറയുമ്പോൾ അവിടെ ത്യാഗം, കഠിനാധ്വാനം, അതൊക്കെ ഇന്നത്തെ പുതിയ തലമുറക്ക് വലിയൊരു പാഠമാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ച് ആഖിറത്തിൽ വലിയ ദർജ കിട്ടാൻ കാരണമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ദുആ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവത്തിന്റെ രണ്ട് ഘടകങ്ങൾ, വിനയവും ഹിമ്മത്തും. നമ്മുടെ സാധാരണ ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് വളരെ നമ്മളൊക്കെ വിനയാന്വിതരായിരിക്കണം, വളരെ വിനയാന്വിതരായിരിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല, വളരെ വിനയാന്വിതനായിട്ടാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറുക. തന്റെ സ്വഹാബത്തിനോട് ഒക്കെ അവരിലുള്ള ഒരാളെ പോലെ റസൂലുള്ള പെരുമാറും. എന്നാലോ പ്രതിസന്ധി വരുന്ന സമയത്ത് അവിടെ ഗർജിക്കുന്ന സിംഹമാകും. അതാണല്ലോ ഹുനൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. ഹുനൈൻ യുദ്ധത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ട സമയത്ത് അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്
ഞാൻ ഒരു കള്ളത്തരവുമില്ലാത്ത പ്രവാചകനാണടാ, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണെന്ന് ഗർജിക്കുന്ന സിംഹത്തെ പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞല്ലോ. ആ നിലക്ക് നോക്കുമ്പോ ബഹുമാനപ്പെട്ട ആദരണീയരായ പി പി ഉസ്താദ് നമ്മോടൊക്കെ ഇടപഴകുന്ന സമയത്ത് എത്ര വിനയാന്യതനായിരുന്നു, വളരെ വിനയാന്യതനായിരുന്നു. എനിക്കറിയാം, ഇവിടെ ബൈത്തുൽ ഇസ്രയില് 3 മാസം കൂടുമ്പോൾ ഒരു ദിക്ർ ഹൽഖ. ആ സമയത്ത് അവിടെ സ്റ്റേജിലുള്ള ആളുകൾക്ക് കുടിക്കാനൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ആ സമയത്ത് ഒരു വളണ്ടിയറെ പോലെ, അവിടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണെന്നോ ഈ സുന്നി സമൂഹത്തിന്റെ മുന്നണി നേതാക്കളിൽ ഒരാളാണെന്നോ എന്നുള്ള യാതൊരു ഭാവവുമില്ലാത്ത നിലക്ക് വളരെ ഒരു പ്രവർത്തകനെ പോലെ സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ ഗ്ലാസ് വാങ്ങിയിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കാനൊക്കെ ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് വിനയാന്യതനാണ്. പക്ഷേ വേണ്ടാത്തത് കണ്ടാൽ, തനിക്ക് തെറ്റാണെന്നുള്ളത് കണ്ടാൽ അവിടെ പിന്നെ ഒരാളും വൽപ്പദ്യാവില്ല. അതാണ്, അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സ്വഭാവം. മനുഷ്യന്റെ പേഴ്സണാലിറ്റി അതാണ്. അല്ലാണ്ട് ഏത് സമയത്തും ഇങ്ങനെ സാധുവെച്ച് എന്ത് ദേഷ്യം പിടിക്കേണ്ട സമയത്തും ദേഷ്യം പിടിക്കാതെ, അതേപോലെ എല്ലാ സമയത്തും എന്താ പറയുക ഗൗരവത്തിൽ, അത് പറ്റില്ല. അത് പണ്ടൊരു SI കല്യാണം കഴിച്ച മാതിരി, പണ്ടൊരു SI കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ ഭാര്യ പാല് വെച്ച് വരികയാണ് മണിയറയിലേക്ക്. അപ്പൊ ഇയാള് ആ സ്റ്റേഷനിലുള്ള അതേ ശൈലിയില് താൻ ആ പാലൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയത്. അത് പറ്റില്ല. അതവിടെ കരളെ കുളിരെന്നൊക്കെ വിളിക്കണം. അത് സ്റ്റേഷനിലെ ഭാഷ. സ്റ്റേഷനിലെ ഭാഷ മണിയറയിൽ പറ്റില്ല. നമ്മുടെ കുട്ടികളോട് ഇടപഴകുന്ന മാതിരി നമ്മുടെ സുഹൃത്തുക്കളോട് ഇടപഴകാൻ പറ്റില്ല. അതാണ് പി പി ഉസ്താദിന്റെ വ്യക്തിത്വം. നിങ്ങൾ നോക്കൂ, ഈ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ നാടുകളിൽ, നാട്ടുകാരുടെ ഇടയിൽ നാട്ടുകാരനെ, കുടുംബത്തിന്റെ നാഥനായി വർദ്ധിക്കാനുള്ള ആ എന്താ പറയാ മനുഷ്യന്റെ വ്യക്തിത്വമാണത്, പേഴ്സണാലിറ്റിയാണത്. അല്ലാതെ എല്ലാ സമയത്തും ഒരേപോലെ പെരുമാറുക. നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ നേതാവാർത്ത്, നമ്മളെ വീടുകളിൽ, നമ്മളെ വീട്ടുകാരിൽ, നമ്മുടെ കുടുംബക്കാരുടെ നമ്മൾ നേതാവായി നിൽക്കരുത്. അവിടെ കുടുംബക്കാരനാണ്. ആ നിലക്ക് നോക്കുമ്പോ ഒരു മഹാവ്യക്തിത്വം നമ്മുടെ ഇടയിൽ കൂടി പ്രവർത്തിച്ച് അങ്ങ് മൺമറിഞ്ഞു പോയ ബഹുമാനപ്പെട്ട മർഹൂം പി പി മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ താണ്ടോർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അർഹമുർ റഹീമായ റബ്ബ് ഇവിടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ.